നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്താ വിശേഷം? എല്ലാവർക്കും സുഖാണല്ലോ? അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ലോകത്ത് ഓരോരോ മനസ്സമാധാനം തരാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. യുദ്ധവും അതും ഇതും ഒക്കെ ആയിട്ട് എത്ര ആളുകളാണ് അല്ലെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ കിടന്ന് ബുദ്ധിമുട്ടണത്. അതിൻ്റെ കൂട്ടത്തിലെ എൻ്റെ മകനും ഉണ്ട് ഗൾഫിൽ. എനിക്ക് നല്ല വിഷമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർ വിചാരിക്കേണ്ടല്ലേ യുദ്ധം നിർത്താൻ. എല്ലാം നന്നായി തീരുമെന്ന് നമ്മൾ വിചാരിക്കുക. ഒക്കെ ശരിയാവും. എല്ലാം നമുക്ക് ഗുരുവായൂരപ്പല്ല അർപ്പിക്കാം. എല്ലാം റെഡിയാവും. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇരിക്കാം അല്ലേ. അല്ലാതെ നമ്മളുടെ മനസ്സമാധാനം കളഞ്ഞിട്ട് എന്താ കാര്യം? വേറൊരു വഴിക്ക് നീങ്ങണമില്ല എൻ്റെ സംസാരം. എപ്പോഴും നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എന്ത് കറി വയ്ക്കും എന്നൊക്കെ നേരം വിളിച്ചായാലും. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ മഷ്റൂം ഇരിക്കേണ്ട ഫ്രിഡ്ജിൽ, നമുക്കൊരു മഷ്റൂം മസാല ദോശ ഉണ്ടാക്കിയാലോ എന്ന്. ഹോട്ടലിൽ പോയിട്ട് കഴിക്കാറുണ്ട്, എന്നാലും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ഹോട്ടലിലത്തെ അത്ര നന്നായിട്ടില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഞാനത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മഷ്റൂം കിട്ടുമ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയില്ല. മഷ്റൂം കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണത്. സാധാരണ മസാല ദോശ തന്നെ ടേസ്റ്റിയാണ്, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ മഷ്റൂം മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഓയിസ്റ്റർ മഷ്റൂം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, കുറച്ച് സവാള, പിന്നെ വേവിച്ച ഗ്രീൻ പീസ്, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ദോശയുടെ ബാറ്റർ. ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ജീരകം, കുറച്ച് കടുക്. ഇത് രണ്ട് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകും ജീരകവും പൊട്ടി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്തു. ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ സവാളയാണ് എപ്പോഴും നല്ലത് കേട്ടോ. സവാള ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് മേശായിക്കോട്ടെ. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട് കൊടുക്കാം. ഈ മഷ്റൂമിൽ തന്നെ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. മഷ്റൂം മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ്, ക്യാരറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ ക്യാരറ്റ് ഇടുന്നില്ല. മഷ്റൂം തന്നെ മധുരമാണ്. ക്യാരറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്വീറ്റ് ആവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ തന്നെ കണ്ടു അത് പെട്ടെന്ന് വാടിക്കഴിഞ്ഞു. ഞാൻ അതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഇത് നമ്മൾ അടച്ചു വെച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അത് കാരണമാണ് ഞാൻ ഈ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത്. പെട്ടെന്ന് നമ്മളുടെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ വളരെ ലേഗാവും. ആൾക്കാർക്ക് ഇപ്പോൾ വീഡിയോ കാണാൻ തന്നെ താല്പര്യമില്ലാത്തൊരു സമയമാണ്. ഈ യുദ്ധവും അതും ഒക്കെ ആയിട്ട് മനസ്സിന് ടെൻഷനും ഒക്കെ ആയിട്ട് നമുക്കതിനൊന്നും ഒരു മനസ്സ് വരുന്നില്ല. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളുടെയൊക്കെ വില കൂടും, ഗ്യാസിന് ക്ഷാമം. അപ്പോൾ നമുക്ക് വളരെ വിഷമമുള്ള ഒരു ടൈമാണ്. പക്ഷെ നമുക്ക് വീഡിയോ നിർത്താൻ പറ്റില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. മനസ്സിനൊരു സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുക. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. നല്ല ഉപ്പുണ്ട്. ഇനി ഉപ്പൊന്നും ഇടണ്ട.
നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഇതൊന്ന് മിക്സ് ആയിക്കോളും. അപ്പം നമ്മളുടെ മസാല ഡ്രൈ ആയോ നോക്കാം. നമ്മളുടെ മസാല ഡ്രൈ ആയി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് മല്ലിയില കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. മെൽറ്റ് ആയിക്കോളും. ഇത്ര മതി കേട്ടോ. മിക്സ് ആക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ദോശയുടെ. കുറച്ച് വലിയ തട്ടാച്ചാൽ ഇനി നന്നായിട്ട് ഉണ്ടാക്കാം കേട്ടോ. കുറേയായി ഞാൻ വിചാരിക്കണു കുറച്ചുകൂടി വലിയ ദോശത്തട്ട് വാങ്ങണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടുക്കളയിലെ എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിലും നല്ല ചൂട്. കുറച്ചൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടാ ഇത് കുറച്ച് നേരം ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 6 or 7 ദോശ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 3 or 4 ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന്. എങ്ങനെയുണ്ട് ചൂട്? ചൂടിൻ്റെ കാര്യം പറയണ്ട അല്ലേ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്. വലിയ ചൂടൊന്നുമില്ല. ഒരു ദിവസം ഞാൻ വീടിൻ്റെ ചുറ്റുപാടും കാണിക്കാം. ഞാൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. നല്ല തണലാണ് കേട്ടോ. പുറത്തിറങ്ങിയാൽ മാത്രമേ വെയിൽ എനിക്ക് അനുഭവപ്പെടുള്ളൂ. അത്രയധികം മരങ്ങളുണ്ട്. ഇത് കാരണം ചൂട് വലുതായിട്ട് അറിയണില്ല. എന്നാലും അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചൂടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഇനി വീണ്ടും അടുക്കളയിലേക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്കിതിനെ മസാല വെച്ച് കൊടുക്കണം. എങ്ങനെ വേണമെങ്കിൽ മടക്കാട്ടോ. അത് ഞാനത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കട്ടെ. ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. നല്ല ഭംഗിയില്ലേ? വേണമെങ്കിൽ ഇവിടെ അത് മടക്കാം. അത് വേണ്ട. അപ്പം നമുക്ക് ഇതിലേക്ക് വാങ്ങി വയ്ക്കാം. അപ്പം നമ്മുടെ ദോശ റെഡി. അങ്ങനെ അടുത്ത ദോശ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം. ഇതാണ് നല്ല നെയ് മഷ്റൂം മസാല ദോശ. അപ്പം നമ്മളുടെ മഷ്റൂം മസാല ദോശ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കഴിക്കാം. പിന്നെ സാമ്പാറോ പുതിന ചട്നിയോ മല്ലിച്ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ദോശയാണത്. കുട്ടികൾക്ക് ഇഷ്ടാവും, വലിയവർക്കും ഇഷ്ടാവും. ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നന്നായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിന് ഞാൻ തന്നെ ഗുണം പറയല്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അധികം താമസിയാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. ഇനി പുതിയ പുതിയ റെസിപ്പികളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, ഒപ്പം നിങ്ങളെയും. നമുക്ക് പല പല വിഷമങ്ങളും നേരിടുന്നത്. അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസം ഓരോ റെസിപ്പികൾ ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ലോകസമാധാനം തന്നെ ഇല്ലാതെ ആയിരിക്കുമല്ലോ. അതൊരു വല്ലാത്ത വിഷമാണ്. എന്നെപ്പോലെ എല്ലാവരും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അത് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കുടുംബവും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്നായി വരട്ടെ. നിങ്ങൾക്ക് എൻ്റെ ദോശ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ദിനമാവട്ടെ എല്ലാവർക്കും. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല വർത്തമാനം മാത്രം കേൾക്കട്ടെ. ഇനി പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. Bye.